എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വൻ സുരക്ഷാ വീഴ്ച. സിന്തറ്റിക് ട്രാക്ക് ബീഡിങ്ങുകളും ഫ്ലഡ് ലൈറ്റുകളും മോഷണം പോയി. 2.5 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് മോഷണം പോയത്. എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി സൈഫുന്നിസ അലിയറാണ് ചേരുന്നത്. സൈഫുന്നിസ, എന്താണ് സംഭവം? സംഗീത, ഈ കഴിഞ്ഞ ജനുവരി 14 മുതൽ 29 വരെയുള്ള ഈ കാലയളവിനുള്ളിലാണ് ഈ വലിയ രീതിയിൽ മോഷണം പോയിരിക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിലെ പല സാധനങ്ങൾ. അത് പ്രധാനമായും പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ ബീഡിംഗ് ഉണ്ട്, അതായത് ആ പുൽത്തകിടിയെയും ഗ്രൗണ്ടിനെയും തമ്മിൽ വേർതിരിപ്പിക്കുന്ന ഒരു ബീഡിംഗ് ഉണ്ട്. ആ ബീഡിംഗ് അലൂമിനിയത്തിൻ്റെതാണ്. ആ അലൂമിനിയത്തിൻ്റെ ബീഡിങ്ങുകളാണ് പ്രധാനമായും മോഷണം പോയിരിക്കുന്നത്. ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്ന 17 എണ്ണവും ഒപ്പം തന്നെ ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത 9 എണ്ണവും, അങ്ങനെ ഏകദേശം ഒരു 26 ബീഡിങ്ങുകൾ മോഷണം പോയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല വലിയ ബീഡിങ്ങുകളാണ്. 9 സെൻറ്റിമീറ്ററോളം 5 സെൻറ്റിമീറ്ററോളം വീതിയുള്ള നല്ല വലിയ ബീഡിങ്ങുകളാണ്. അപ്പോൾ തന്നെ ഈ ഫ്ലഡ് ലൈറ്റുകൾ വർക്കിംഗ് ആയിരുന്നില്ല. ഫ്ലഡ് ലൈറ്റുകൾ അഴിച്ചു വെച്ചിരുന്നു. ഈ ഫ്ലഡ് ലൈറ്റുകളും മോഷണം പോയിട്ടുണ്ട്. ഈ പല ദിവസങ്ങളിലായിട്ടാണ് ഈ മോഷണം പോയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പല ഭാഗത്തോടെയും ഈ മഹാരാഷ്ട്രയുടെ ഗ്രൗണ്ടിലേക്ക് ആളുകൾക്ക് കയറാൻ കഴിയും. ഈ ചിലയിടങ്ങളിൽ മതിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്, ചിലയിടങ്ങളിൽ മതിൽ പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് കയറിയിട്ടുണ്ട്. വാഹനത്തിലാണ് ഇത് കൊണ്ടുപോയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ബൈക്കിലോ സ്കൂട്ടറിലോ കയ്യിൽ പിടിച്ചോ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളല്ല ഈ മോഷണം പോയിരിക്കുന്നത്. നമുക്കൊപ്പം ഈ മഹാരാജാസിന്റെ സെക്യൂരിറ്റി തന്നെ ഉണ്ട്. ചേട്ടാ, ഇത് എന്നാണ് ഈ മോഷണം പോയിരിക്കുന്നതെന്നാണ് ചേട്ടൻ മനസ്സിലാവുന്നത്? കഴിഞ്ഞ മാസങ്ങളിലാണ് ഇത് സാധനം പോയേക്കണത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇപ്പോൾ ഡേറ്റ് ഓർക്കല്ല. ആ പോയ ടൈമിൽ നമ്മൾ കാണാതെ തന്നെ കോളേജിൻ്റെ ഇൻഫർമേഷൻ. രാത്രിയാണ് പോയിരിക്കുന്നത്? രാത്രിയാണ് പോയിരിക്കുന്നത്. പകല് പോകില്ല, പകല് പോയിട്ടില്ല. പകല് നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അതിന് പകലൊന്നും ആർക്കൊന്നും ഇതിനകത്ത് കയറാൻ പറ്റില്ല. രാത്രിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 8-8:30 കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകും. പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല അതിന്. അപ്പം കയറി എടുക്കണമാണ് ഈ സാധനം. ആ ടൈമിലായിരിക്കും പോയേക്കണേ. പിന്നെ ഇവിടെ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ രാത്രിയിൽ പട്ടി വരെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പട്ടിയുണ്ട് ഇവിടെ ഒരെണ്ണം. ഗ്രൗണ്ടിൽ നമ്മളുടെ അടുത്ത് ഒരു പട്ടിയുണ്ട്. പട്ടി മാത്രമേ ഉള്ളൂ? ആ പട്ടി. CCTV ഇല്ല അല്ലേ? CCTV ഒന്നുമില്ല. പിന്നെ അപ്പുറത്ത് ലൈറ്റൊന്നുമില്ല. അവിടെ നിന്നുള്ള വെട്ടം കിട്ടിയാൽ അത്രയേ ഉള്ളൂ. വേറെ ഗ്രൗണ്ടിന് വേറെ ലൈറ്റൊന്നുമില്ല. ലൈറ്റ് ആകെ ഉള്ളത് ഈ കാണുന്ന ലൈറ്റില്ലേ, ഇത് അങ്ങോട്ട് അത്ര കറക്റ്റായിട്ട് കിട്ടൂല ഗ്രൗണ്ടിലേക്ക്. രാത്രി ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും കറക്റ്റായിട്ട് ആരെങ്കിലും നിൽപ്പടികൾ അറിയാനൊന്നും പറ്റില്ല. അതാണ് സിസ്റ്റം. എന്തായാലും ഇവിടെ ഹഡിൽസുകൾ ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ, അതൊന്നും മോഷണം പോയിട്ടില്ല. കൃത്യമായി അറിയാവുന്ന ആളുകളാണ് എവിടെ കൊടുക്കണമെന്ന് കൃത്യമായി അറിയുന്ന മോഷ്ടാക്കളാണ് ഇവിടെ കയറിയിരിക്കുന്നത്. അത് പല തവണയായിട്ടാണ് പ്രത്യേകം വാഹനം വിളിച്ചു കൊണ്ടുവന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. സംഗീത.